ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ്, അതായത് ക്ലാസും ഒബ്ജക്റ്റും എന്താണെന്നാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടൊരു എക്സാമ്പിളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഒരു കാർ കമ്പനിക്കാർ അവരൊരു പുതിയതായിട്ടൊരു കാറ് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പൊ അവർ നേരെ പോയിട്ട് കാറ് ബിൽഡ് ചെയ്യോ? ഇല്ലല്ലോ. അവരെന്ത് ചെയ്യും? ആദ്യം ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യൂലേ. ഈ ഒരു ഡിസൈൻ, ഈ ഒരു ബ്ലൂ പ്രിന്റ്, ഇതിനെയാണ് നമ്മൾ പ്രോഗ്രാമിലും ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ കാറിന്റെ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, ഒരു കാറിന്റെ മോഡല്, അതിന്റെ മേക്കിംഗ് ഫങ്ഷനാലിറ്റി, എൻജിൻ, കളറ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. അത് തന്നെ പ്രോഗ്രാമിൽ നമ്മൾ പറയും ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് ക്ലാസ്സിനെ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ആ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസും അതിന്റെ ഫങ്ഷൻസും എൻക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ക്ലാസ്സിൽ. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിലോ, നമ്മൾ ഈ ഡിസൈൻ ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു യഥാർത്ഥ കാറ് ഡിസൈൻ യൂസ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കാർ തന്നെ വേണ്ടേ. ആ ഒരു ഡിസൈൻ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒറിജിനൽ ഒബ്ജക്റ്റ്, ആ കാറിനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ കേസിൽ നമ്മൾ പറയും ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് എന്ന്. അപ്പോൾ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ആ ഡിസൈൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു റിയൽ എൻറ്റിറ്റി, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് സെയിം കാർ എക്സാമ്പിൾ തന്നെ ഈ ക്ലാസ്സും ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് PSP ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ. ഞാനിവിടെ ഒരു കാർ ഡോട്ട് PSP എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. സ്പേസ് ഇട്ടിട്ട് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ ആ ഡിസൈൻ ഒരു പേര് കൊടുക്കൂലേ, അതുപോലെ നമ്മുടെ ക്ലാസിന്റെ പേര് കൊടുക്കുക, ഒരു നെയിം കൊടുക്കുക. ബേസിക് സിന്റാക്സ് എന്താണ് ക്ലാസിന്റെ? ക്ലാസ് കീവേഡ് സ്പേസ് നമ്മൾ കൊടുക്കുന്ന കസ്റ്റം ക്ലാസ് നെയിം, അതിന്റെ ഓപ്പൺ ബ്രേസ് ക്ലോസിംഗ് ബ്രേസ്, ഇതാണ് ബേസിക് സിന്റാക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ക്ലാസിന്റെ അകത്ത് ഡാറ്റാസും ഫങ്ഷനാലിറ്റിയും ഉണ്ടാവും. അപ്പൊ നമ്മുടെ കാറിന്റെ ഡാറ്റ എന്തായിരിക്കും? ഞാൻ ബേസിക് രണ്ട് ഡാറ്റയാണ് കൊടുക്കുന്നത്, അതിന്റെ മോഡലും അതുപോലെ തന്നെ അതിന്റെ കളറും. അപ്പോൾ വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് ആണുള്ളത്. PSP വേരിയബിൾസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ബേസിക് ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് മോഡൽ, കളർ, രണ്ട് വേരിയബിൾ ഞാനിവിടെ ഡിഫൈൻ ചെയ്യും. ഇതാണ് ക്ലാസ് ഡാറ്റ. രണ്ടാമത്തെ കാര്യം എന്താണ്? എനിക്ക് കാറ് ഈ ഡാറ്റ മാത്രം പോരല്ലോ, ഫങ്ഷനാലിറ്റി വേണ്ടേ. എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം, കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ ബേസിക് സിന്റാക്സ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽസിൽ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക കേട്ടോ. അപ്പൊ സിന്റാക്സ് എന്ന് പറയുന്നത് ആക്സസ് സ്പെസിഫയർ, അത് പബ്ലിക്കോ പ്രൈവറ്റോ കൊടുക്കാം, ഓപ്ഷനിലാണ്. ഫങ്ഷൻ കീവേഡ് കൊടുക്കുന്നു. നമ്മുടെ ഫങ്ഷൻ നെയിം ഞാനിവിടെ സ്റ്റാർട്ട് എൻജിൻ എന്നാണ് ഫങ്ഷൻ നെയിം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്തൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് എന്താണ്? എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഒരു എക്കോ സ്റ്റേറ്റ്മെന്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. നമ്മളിപ്പോ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ. റിയൽ ആയിട്ടാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. രണ്ടാമതൊരു ഫംഗ്ഷനും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഫംഗ്ഷന്റെ സിന്റാക്സ് ആക്സസ് സ്പെസിഫയർ പബ്ലിക് ഓർ പ്രൈവറ്റ് സ്പേസ് ഫംഗ്ഷൻ നെയിം സ്പേസ് നമ്മൾ ഫംഗ്ഷന്റെ നെയിം കൊടുക്കുന്നു, ഫംഗ്ഷൻ കീവേഡ് സ്പേസ് ഫംഗ്ഷന്റെ നെയിം കൊടുക്കുന്നു. അതിനകത്ത് അഗെയിൻ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മളെ ബേസിക് ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതായത് ഡാറ്റാസും, അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത് ഡാറ്റേനെയും ഫങ്ഷൻസിനെയും കൂടെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് ഒരു ബണ്ടിലാക്കി വെച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് റീയൂസബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ ഒരു വെൽ ഓർഗനൈസ്ഡ് ഫോർമാറ്റ് അല്ലേ, അതായത് റിലേറ്റഡ് ആയിരിക്കുന്ന ഡാറ്റാസും ഫങ്ഷൻസും ഒരുമിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുവാണല്ലേ. അപ്പൊ നമുക്ക് കോഡ് വെൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസൈൻ ബേസ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ മൈക്കാർ ആണ് എൻ്റെ ഒബ്ജക്റ്റ്. അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇട്ട് ന്യൂ കീവേഡ് കൊടുക്കുക. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PSP ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പേസ് ഇട്ടിട്ട് നമ്മുടെ ക്ലാസിന്റെ നെയിമും പരാന്തസിസും സെറ്റ് ചെയ്യുക.
ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റിലേക്ക് ഡാറ്റയും അതുപോലെ തന്നെ ഫങ്ഷൻസും അസൈൻ ചെയ്യണം അല്ലെ. അതായത് ഫങ്ഷൻസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം ഒബ്ജക്റ്റ് ത്രൂ. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് വേരിയബിൾസ് അല്ലേ എൻ്റെ ഈ ക്ലാസ്സിനുള്ളത്. എന്തൊക്കെയാണ്? മോഡലും അതുപോലെ തന്നെ കളറും. അപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റിലേക്ക് മോഡലും അതുപോലെ തന്നെ കളറും അസൈൻ ചെയ്യുവാണ്. അതിന് സിന്റാക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നെയിം ഇംപ്ലൈസ് വേരിയബിൾ നെയിം ഈക്വൽ ടു ആ വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ മോഡലായിട്ട് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡാറ്റ മാത്രം പോരല്ലോ, നമുക്ക് ഫങ്ഷനാലിറ്റി, കാറിന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റണ്ടേ? നമ്മുടെ ഫങ്ഷൻസിനെ നമ്മൾ കോൾ ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്കോ സ്റ്റേറ്റ്മെന്റ് ഇടുവാണ്. എൻ്റെ ഫങ്ഷൻസിനെ കോൾ ചെയ്യുവാണ്. ഫങ്ഷനെ കോൾ ചെയ്യുന്ന സിന്റാക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നെയിം ഇംപ്ലൈസ് ഫങ്ഷൻ നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്കോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, സ്പേസ് ഇട്ടിട്ട് എൻ്റെ ഒബ്ജക്റ്റിന്റെ നെയിം എന്താണ്? മൈ കാർ എന്നല്ലേ. മൈ കാർ ഇംപ്ലൈസ് എൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? സ്റ്റാർട്ട് എഞ്ചിൻ എന്നല്ലേ. ഫങ്ഷനെ ഞാൻ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ത്രൂ നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് നെയിം ഇംപ്ലൈസ് ഫങ്ഷൻ നെയിം. ഫങ്ഷൻ എക്സിക്യൂട്ട് ആയിക്കോളും. രണ്ടാമത്തെ ഫങ്ഷനെയും നമ്മൾ കോൾ ചെയ്യുവാണ്. ഒബ്ജക്റ്റ് നെയിം ഇംപ്ലൈസ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഫങ്ഷൻ നെയിം. നമുക്കിനി ഇത് ഔട്ട്പുട്ട് നോക്കിയാലോ. ഞാനിത് ക്രോമിലാണ് കേട്ടോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാമ്പ് യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് എൻ്റെ ക്ലാസ് നെയിം car.php. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സും ഒബ്ജക്റ്റും ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.